ഈ ആദർശത്തിലൂന്നി ഒരു രാഷ്ട്രീയം സാധ്യമല്ല. ആദർശത്തിലൂന്നി കേരളത്തെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയ അപകടം ഒന്നതാണല്ലോ. അവരിങ്ങനെ പറയുന്നതെന്നല്ലാതെ അവർക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജിൽ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് അവർ വെറുതെ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ രാജ്യത്ത് പൊതുമുഖത്തോട് അത് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഹുക്കൂമത്തയിലായി എന്ന് പറഞ്ഞാൽ അവരുടെ ഇസ്ലാമിക ഭരണം, ദൈവഭരണം എന്ന് പറയുന്ന ഭരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതവരുടെ അടിസ്ഥാന ഘടക. ഇന്നിപ്പോൾ അതൊക്കെ ഒരു മാറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അബുൽ മൗദൂദി എന്ന് പറയുന്ന ആളുടെ ഒരു ചിന്ത മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവർ തള്ളിപ്പറഞ്ഞു. അവർ തള്ളിയും പാടില്ല. അപ്പോൾ മുജാഹിദാണെങ്കിൽ തന്നെ പല കഷ്ണങ്ങളായി അവർ പിരിഞ്ഞു. ആരാധന വിഷയത്തിൽ നമ്മൾ മുശ്രിക്ക് എന്ന് പറയുന്ന വിഷയങ്ങൾ ഒന്ന്, ഇപ്പം മഹാന്മാരായ ആൾക്കാരെ വാസിത്ത മീഡിയേറ്റർ ആക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. നമ്മൾ ഒരു ഉദാഹരണം പറയാം. ബദരീങ്ങളുടെ പോരിശ കൊണ്ട് ഞങ്ങൾക്ക് അതെ ഓസായിത്ത്. അപ്പം ബദരീങ്ങൾ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് ഞങ്ങൾക്കിനി പുറത്ത് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ വിഷമങ്ങൾ തീർത്തു തരണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, ആരാധനയാണ്. ആരാധനയും ബഹുമാനവും രണ്ടാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. ഈ ബഹുമാനത്തിന് അവരെന്താക്കുന്നു, ആരാധന നടത്തം വെക്കുന്നു എന്നുള്ളതാണ് അവർ ജിന്നുകളോടുള്ള പ്രാർത്ഥനയിലൊക്കെ അഭിപ്രായ വ്യത്യാസം അത് തന്നെയാണ്. അഭൗതികമായ കാര്യങ്ങളിൽ, മറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താക്കുക, സഹായം തേടുക എന്നുള്ളത് ശിർക്കാണെന്ന് പറയുന്നു. അപ്പോൾ അവരെന്നെ എന്താക്കി, ജിന്ന് എന്ന് പറഞ്ഞൊരു വർഗത്തെ അവർ വിശ്വസിക്കുന്നുണ്ട്. നിശ്ചയിച്ചിട്ടില്ല, ഖുർആനിലൊക്കെ വന്നതായതുകൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ ജിന്നെന്ന് പറയുന്നത് ഒരു നമ്മൾ കാണാത്തൊരു വർഗ്ഗമാണ്. ആ വർഗ്ഗം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സഹായം തേടാം എന്നാണ് അവരിന്നൊരു കൂട്ടർ പറയുന്നത്. അതിൻ്റെ പേരിൽ അവർ 4 കഷ്ണമായിട്ടുണ്ട്, ഒരുപാട് വിഷയമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് നബിയുടെ കാലത്ത് പഠിപ്പിച്ചെന്ന ദീൻ ഏതാണോ അതിനല്ലാതെ ഇവിടെ നിലനിൽപ്പില്ല. അതാണ് ഇസ്ലാം. അത് നിലനിർത്തുന്ന പണിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്നിപ്പോൾ 11,008 മദ്രസ സമസ്തയുടെ കീഴിൽ അംഗീകരിച്ചതുണ്ട്. അത് കേരളത്തിൻ്റെ അകത്തും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ വരെ ഉണ്ട്. അതതിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. അത് കേവലം ആരാധനകൾ മാത്രം പഠിപ്പിക്കുന്നതല്ല, പൊതുവായിട്ട് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സ്വഭാവം കൂടെ പഠിപ്പിക്കുന്ന, നമ്മൾ മതേതര സംഗതികളും അത് ജനാധിപത്യ സംഗതികളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വളർത്തുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ ഈ രാജ്യത്തിന് ആവശ്യമാണ്. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അതല്ല. ജമാഅത്തെ ഇസ്ലാമിൻ്റെ വർഗീയമായി ചിന്തിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ശരീഅത്തിൻ്റെ സംരക്ഷണം മുസ്ലിം ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, ഈ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിനും ഇതിൽ ഇൽമിൻ്റെ പ്രചരണത്തിനുമൊക്കെ ഒരു സംരക്ഷണം ആവശ്യമാണെന്ന് തോന്നിയില്ല. ഭരണകൂടങ്ങൾ അതിൽ ഇടപെടുന്നതിലൊക്കെ ഒരു സംരക്ഷണം വേണമല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ ശക്തി ആവേണ്ടതില്ലേ ആ രീതിയിൽ ചിന്തിക്കുന്നു? രാഷ്ട്രീയ ശക്തി ഇപ്പം ആവേണ്ടതില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള നമ്മൾ ഇതുവരെ ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയാലും, അതുപോലെ ഇപ്പം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷമാണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്നത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, ഇപ്പോൾ സംവിധാനം നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ലേ. ഇവരൊക്കെ തന്നെ ഇസ്ലാം എന്താണെന്ന് സമസ്ത എന്താണെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവർ വേദനിപ്പിക്കില്ല നമുക്കറിയാം. നമ്മളെ വേദനിപ്പിച്ചാൽ അവരെ വേദനിപ്പിക്കാൻ നമുക്കും അറിയാം എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്. അങ്ങനെ ഒരു നീക്കുപോക്കിലാണ് പോകുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ഒരു രാഷ്ട്രീയമായി സംഘടിക്കുമ്പോൾ അതൊരു വർഗീയ മുഖം വന്നുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടാനേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പങ്കാളിയായിട്ട് നിൽക്കുന്നതാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്തക്കൊരു രാഷ്ട്രീയവും ഇല്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക താല്പര്യമോ മറ്റൊരു പാർട്ടിയോട് വിരോധമോ ഇല്ല എന്ന നയമാണ് സമസ്ത ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്.